ലൂസി, എടി ലൂസി, നേരെ ഇത്രയായിട്ട് ഒരു ചായ തരാൻ നിനക്ക് സമയമായില്ലേ? എന്തോ പറയാൻ എന്റെ ഒരു തലവര. എടാ കൊച്ചനെ ആ പാത്രം ഇങ്ങോട്ട് എടുത്തേ. എടാ കൊച്ചൻ നോക്കിയിരിക്കുന്ന കണ്ടോ? എടി ലൂസിയേ, എന്നാ അമ്മച്ചി ചായ കുടിക്കേ. എത്ര പ്രാവശ്യം വിളിക്കുന്നോടി? നിനക്ക് എന്താ ഇവിടെ ഇത്ര ജോലി? നിനക്ക് ആ പത്രം എടുത്ത് എന്റെ കയ്യിലോട്ട് തരരുതോ? അമ്മച്ചി പത്രം, ഈ പത്രം എടുത്ത് അമ്മച്ചിക്ക് അങ്ങോട്ട് വായിക്കരുതോ? അമ്മച്ചിയുടെ കൈക്കോ കാലിനോ വല്ല കുഴപ്പമുണ്ടോ? ഛേ, എന്ത് പറഞ്ഞടി? എനിക്ക് സൗകര്യമില്ല. പിന്നെ നിന്നെ എന്തിനാ ഇവിടെ എന്റെ മോൻ കൊട്ടിക്കൊണ്ട് വന്നത്? എന്റെ കാര്യം നോക്കാൻ, ഇവിടുത്തെ ജോലി ചെയ്യാനുമാ. എന്നാ പിന്നെ മോനോട് പറഞ്ഞൊരു വേലക്കാരി നിർത്തിയാ പോരായിരുന്നോ? എന്റെ ആവശ്യമുണ്ടോ ഇവിടെ? അതേടി, നിനക്ക് ഞാനൊരു വേലക്കാരുടെ വില പോലും തന്നിട്ടില്ല. എന്നെ അമ്മച്ചി നാടൻ ഇരിക്കെ, എനിക്കൊരു 100 കൂട്ടം പണി കിടക്കുന്നു. ഞാൻ പോവാകത്തോട്ട്. ഓ ചെല്ല്, മല മറിക്കുമല്ലേ അവിടെ. അമ്മേ, ചായതാ, ഞാൻ പോട്ടെ. ഞാൻ അകത്തോട്ട് ചെന്ന് ചായ എടുത്ത് കുടിക്കരുതോ? അമ്മച്ചിക്ക് അകത്തോട്ട് ഏതാ ചായ കിട്ടത്തില്ലേ? ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളല്ലേ, എനിക്ക് ചായ ഇവിടെ കിട്ടണം. മോളെ, നീ പള്ളിയിൽ പോവല്ലയോ? അല്ലാതെ പിന്നെ ഞാൻ എവിടെ പോകാനാ? പള്ളിയിൽ പോയിട്ട് സൺഡേ സ്കൂളും കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ. ഹലോ, ഞാൻ വരുവാ. അയ്യോ മോളെ, നീ ചായ കുടിക്കാമെന്നോ പള്ളിയിൽ പോന്നേ? ഏത് സമയം ഒരു ഫോൺ തന്നെ. എവിടെ ചെന്ന് അവസാനിക്കും? അതിരിക്കട്ടെ, രാവിലെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കട്ടെ. എന്തെങ്കിലും കുന്തം ഉണ്ടാക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നീ ഉണ്ടാക്കത്തുള്ളൂ. അമ്മച്ചിക്ക് ഇടിയപ്പം മുട്ടക്കറി ഇഷ്ടമല്ലയോ? അതുകൊണ്ടല്ലേ അത് ഉണ്ടാക്കുന്നേ. ഞാൻ എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഒന്നും ഉണ്ടാക്കുന്നത്. ഓ സമ്മതിച്ചു, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാ. എന്തുവാടി രാവിലെ ഇവിടെ ബഹളം? ഈ ഞായറാഴ്ചയാക്കൊണ്ട്. ഓ എന്തോ പറയാനാടി, ഇവിടെ ഒരു സ്വസ്ഥതയും തരത്തില്ല. എപ്പോഴും അങ്ങ് വഴക്കായ എന്നോട്. ഞാൻ എന്തോ ചെയ്യാനാ? ഒരു ഇരിപ്പിരുന്ന അവിടെ എല്ലാം കൊണ്ട് കൊടുക്കണം. ഒരു പച്ചക്കറി പോലും ഒന്ന് അരിഞ്ഞു തരാൻ വരത്തില്ല. എന്തോ കഷ്ടവാടി എന്റേത്. എടി, എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. ഞാനും അമ്മയും കൂടെ എല്ലാ പണികളും ചെയ്യുന്നത്. അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് എല്ലായിടത്തും പോകുന്നതും അങ്ങനെയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. ഓ, അതിന്റെ ഒരു ഭാഗ്യം. എന്റെ തലവരെ ഇങ്ങനെ ആയിപ്പോയി. അതെല്ലാം മാറും, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ഇപ്പം വരും പള്ളിയിൽ പോകാൻ. അല്ല, നിങ്ങൾ ഇന്നും പള്ളി വരുന്നില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇതിലെ വരാൻ, നമ്മൾക്ക് ഒരുമിച്ച് പോകാമെന്ന്. എനിക്കൊന്നും വയ്യ. എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള് എല്ലാം ഉണ്ട്. ഇതൊക്കെ ആർക്കാണ് ഇല്ലാത്തത്? നമ്മൾ ഒരേ പ്രായക്കാരില്ലേ? എനിക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനൊന്നും പോകുന്നില്ലേ? ഞാൻ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകും. നീ ഇന്നും പള്ളിയിൽ വരുന്നില്ലേ? അച്ഛന്മാർ നിങ്ങളെ എപ്പോഴും തിരക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴി വന്നത്. നിങ്ങളോട് എന്തിനാ തിരക്കുന്നേ? അച്ഛന്മാർക്ക് ഈ വീട് അറിയത്തില്ലേ? ഓ, ഞാനൊന്നും വരുന്നില്ല. 6 ദിവസം ജോലിക്ക് പോണം. ഞായറാഴ്ച ഒരു ഫ്രീ കിട്ടുന്ന. ഈ വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട്. ഞാനും നിന്റെ കൂട്ട് ജോലിക്ക് പോകുന്നതല്ലേ എന്നും പറയാൻ ഞാൻ ആരാധന ഒന്നും മുടക്കാറില്ല. എന്നും 9 മണിയാവുമ്പോ എഴുന്നള്ളും, 6 മണിയാവുമ്പോ തിരിച്ചു വരും. ഇന്നെങ്കിൽ വീട്ടിലിരുന്ന് എന്റെ കാര്യം ഒന്ന് നോക്കേ. വാ മോളെ, നമുക്ക് പോകാം. അച്ഛൻ നിങ്ങളെ പള്ളി കാണുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തിരക്കാനും വിളിക്കാനുമാ ഞങ്ങൾ വന്നത്. ആട്ടെ, മോളെന്തേ? കൊച്ചുമോള് നിന്റെ, അവളും വരുന്നില്ലേ? ഓ, അവള് രാവിലെ പള്ളിയിൽ പോയി. എന്നാ ഞങ്ങളും പോകുക. ഓ, ഇതിൽ വായിക്കാനൊന്നുമില്ല. ആ ടി വി എങ്ങാനും ഓൺ ചെയ്തിരുന്നെങ്കിൽ വല്ല സിനിമയും കാണാമായിരുന്നു. അമ്മച്ചി ആഹാരം കഴിക്കേ. എടി, ആ ടി വി ഒന്ന് ഓൺ ചെയ്തേ. ഞാൻ അത് കണ്ടുകൊണ്ടെന്ന് ഫുഡ് കഴിക്കട്ടെ. ഹലോ, ആരാ? ഹലോ, ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ മകളാണോ അന്ന? നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം. അയ്യോ, അവള് രാവിലെ പള്ളി പോയാണല്ലോ. പിന്നെന്താ പറ്റി? ഞാനിപ്പോ വരുന്നേ. നീ ഇതാ എങ്ങോട്ടാടി? ആരാടി വിളിച്ചേ? ഒന്നുമില്ല അമ്മച്ചി, ഞാൻ ഇപ്പൊ വരാം. ആ മോളോ, എന്നെ കണ്ടിട്ട് എത്ര നാളായടി? നീ എത്ര നാളായി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. ചേച്ചി എന്തി അമ്മേ? അവൾ ആരാണ്ടോ ഫോൺ വന്നത്, അങ്ങോട്ട് പോണ കണ്ടു. ആ, അമ്മ എന്തോ കഴിക്കുന്നേ? ഇടിയപ്പം മുട്ടക്കറിയാന്നോ? ചേച്ചി ഉണ്ടാക്കിയതല്ലേ, നല്ല സൂപ്പർ ആയിരിക്കും. വാ മോളെ, എന്നാ നമുക്ക് കഴിക്കാം. അമ്മ ഇന്നും പള്ളിയിൽ പോയില്ലേ? ഓ, എനിക്കൊന്നും വയ്യ കുഞ്ഞെ, എന്റെ കാലിനെല്ലാം വേദന. 10-70 വയസ്സായില്ലേ. അമ്മയോട് പറയാനൊന്നും എനിക്ക് വയ്യ. ചേച്ചി വന്നപ്പോൾ മുതൽ അമ്മയ്ക്ക് റെസ്റ്റ് അല്ലേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ദിവസവും 1/2 മണിക്കൂർ വെച്ച് നടക്കണമെന്ന്? ഓ, എനിക്കൊന്നും വയ്യ. ഡോക്ടർമാർ അങ്ങനെ പലതും പറയൂ. എനിക്കൊന്നും വയ്യ അങ്ങനെ നടക്കാനൊന്നും. നീ നിന്റെ കാര്യം നോക്കൂഞ്ഞെ.
മോളെ കുഞ്ഞുങ്ങളെ എന്നാ നീ കൊണ്ടുവരാഞ്ഞേ? അവരെ കണ്ടിട്ട് എത്ര നാളായി. പള്ളിയിലെ ആരാധന കഴിഞ്ഞപ്പോ ഞാൻ ഇനി പോന്നമ്മേ. പിള്ളേര് സൺഡേ സ്കൂളിൽ ഇരിക്കുന്നു. അമ്മേ, ചേച്ചി ചോറൊക്കെ വെച്ചിട്ടാണോ പോയത്? ആ, ആർക്കറിയാം, ഞാൻ അടുക്കള കയറിയിട്ട് നാളുകളായി. ദോഷമാ അമ്മ, ഇങ്ങനെയൊന്നും പറയരുത്. എന്ത് ദോഷം? ഞാൻ എന്തോ ചെയ്തു? അമ്മയുടെ മോന്റെ ഭാര്യയല്ലേ, ചെറിയ ജോലികളൊക്കെ ചെയ്ത് അമ്മ ചേച്ചിയെ സഹായിക്കണം. എന്നെ കാണുന്നത് പോലെ അമ്മ ചേച്ചിയെയും കാണണം. ഉണ്ടായിരുന്നു കഴിക്കു വച്ചേ. ഓ, പള്ളിയിലൊക്കെ കഴിഞ്ഞോ? ഇന്ന് ഏതച്ഛനായിരുന്നു? പള്ളിയെ കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇതുവഴി വന്നത്. ഇന്ന് കൊച്ചച്ഛനായിരുന്നു. അല്ല, എന്നെ കൊച്ചു പള്ളി പോയെന്നല്ലേ രാവിലെ പറഞ്ഞത്? പള്ളിയിലൊന്നും ആ കൊച്ചു വന്നിട്ടില്ല. 3 ആഴ്ചയായി സൺഡേ സ്കൂളിൽ കണ്ടിട്ടെന്ന് ജോണി സാർ പറഞ്ഞു. അല്ല, പള്ളിയിൽ പോയ കൊച്ചിന് എന്ത് പറ്റി ചേച്ചി? ഓ, അവള് പള്ളിയിലൊന്നും പോയതല്ല. ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പള്ളിയിലെന്ന് പറഞ്ഞു പോയത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്കായിരുന്നു. അവൻ എനിക്ക് ജ്യൂസിൽ എന്തോ ഡ്രഗ്സ് കലർത്തി തന്നു. ഞാൻ അറിയാതെ അതങ്ങ് കുടിച്ചു. ഞാൻ അപ്പൊ തന്നെ മയങ്ങി വീണു. അവരെന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് പോയി കളഞ്ഞു. ഞാൻ അമ്മയുടെ നമ്പർ നേഴ്സിന് കൊടുത്തു. നേഴ്സാ കുറച്ചു മുമ്പ് അമ്മയെ വിളിച്ചത്. എടി മോളെ, കൂട്ടുകാരൊക്കെ നല്ലതാ. പക്ഷേ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോള് ഒരു ശ്രദ്ധയൊക്കെ വേണം. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അടങ്ങിയ വളർത്തുന്നത് ഇവളല്ലയോ? മോളെ നോക്കാൻ വല്ല ഇവക്ക് സമയമുണ്ടോ? നിർത്തി നിന്റെ വർത്തമാനം. അവൾ ജോലിക്ക് പോണം, സമ്പാദിക്കണം, വീട്ടിലെ പണി ചെയ്യണം. മരുമോൾ വന്നപ്പോ മുതല് അവക്ക് റെസ്റ്റ്. നിനക്ക് ആ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വയ്യായിരുന്നോ? പിന്നെ കൊച്ചുങ്ങൾ പോകുന്ന പുറകെ എനിക്ക് പോകാൻ പറ്റുമോ? നീ